പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള സംവിധായകരിൽ ഒരാളായിട്ടുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചാണ്. ഒഡീസി പൂർണ്ണമായും ഐമാക്സ് 70mm ഷൂട്ട് ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ ചിത്രമാണ്. എന്തായാലും നമുക്ക് വിവാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിത്രം റിലീസ് ആവുന്നതിന് മുമ്പും റിലീസ് ആയതിനു ശേഷവും ഒരുപാട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഹരി വിവാദത്തെ കുറിച്ച് പറയാനുള്ളത്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം അതിലെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഹെലൻ എന്ന കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിച്ചു, ആരവതരിപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയി ഒരുപാട് ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ എങ്ങോളം ഉണ്ട്, ലോകത്തിലെ എല്ലാ സിനിമാ പ്രേമികളുടെ ഇടയിലുണ്ട്. അപ്പോ ക്രിസ്റ്റഫർ നോളൻ ഒരുതരം വോക്ക് പൊളിറ്റിക്സിന് വേണ്ടി ഹോമറിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ ബലി കൊടുത്തു എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഇവരെല്ലാം റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ട്രോയ് എന്ന ചിത്രത്തിലെ ഹെലന്റെ കഥാപാത്രത്തെയാണ്. അതേപോലെ ഹെലൻ ഒരു ഗ്രീക്ക് സ്വഭാവ സവിശേഷതകളുള്ള, രൂപസവിശേഷതകളുള്ള സ്ത്രീ ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരു എസ്തെറ്റിക് സെൻസിലാണ് എല്ലാവരും ഇതിനെ കണ്ടത്, പ്രതീക്ഷിച്ചത്. എന്നാൽ നോളൻ അവതരിപ്പിച്ചത് ലൂപ്പിറ്റ എന്ന ആഫ്രിക്കൻ വംശജയായ നടിയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇതില് അടിസ്ഥാനപരമായ പ്രശ്നം ഒരു മിസ്റ്റേക്കൻ ക്യാരക്ടറൈസേഷൻ അതിൽ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിലറിലെ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ അധികവും വന്നിട്ടുള്ളത്. അത് ലൂപ്പിറ്റ തന്നെ ചെയ്ത കഥാപാത്രമാണെങ്കിലും അത് ചിത്രത്തിൽ ഹെലന്റെ സിസ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഹെലന്റെ സഹോദരിയായിട്ടുള്ള ക്ലൈറ്റൻ നെസ്ട്രയുടെ ഒരു രംഗമാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അപ്പൊ അത് പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു നല്ലൊരു ശതമാനം ആൾക്കാരും ഞങ്ങളുടെ സുന്ദരിയായ ഹെലനെ നോളൻ ഇങ്ങനെ ആക്കിയേ എന്നുള്ള ഒരു രീതിയിൽ വിമർശിച്ചത്. അപ്പൊ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അതൊരു സംവിധായകന്റെ അവരുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട, അയാളുടെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ്. അതിലൊരു ഇന്ത്യൻ കഥാപാത്രമുണ്ട്, ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഹിമേഷ് പട്ടേൽ എന്നാണ്. അപ്പൊ അങ്ങനെയും വിമർശനങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് ഒരു ഗ്രീക്ക് ഇതിഹാസ കഥയിൽ ഒരു ഇന്ത്യക്കാരനെ കാസ്റ്റ് ചെയ്തു? അപ്പൊ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ക്രിസ്റ്റഫർ നോളൻ ഒരു തരത്തിലും തന്റെ ക്രിയേറ്റിവിറ്റിയെ ട്രഡീഷണൽ ആയ രൂപ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു കഥ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിവാദം വന്നത് ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ കുറച്ചുകൂടി ഒരു മോഡേൺ ഭാഷയാണ്, അതായത് ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷമുള്ള ഭാഷയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട്. എഗെയിൻ ഇതൊരു ഇന്നത്തെ കാലത്ത് കൃത്യമായ ചില രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് നോളൻ ഇതിനെ കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് അതിൽ എഫ് വേർഡ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്നത്തെ കാലത്ത് അതില്ല, അത് നമുക്കറിയാം, നോളന് അറിയാത്തതല്ല. പക്ഷെ അദ്ദേഹം ഇതിനെ ഇന്നത്തെ കാലത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ യുദ്ധത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ വലിയൊരു സമാധാനത്തിന്റെ സന്ദേശമൊക്കെ തരുന്ന, ആ യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്യാത്ത ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ആ സെൻസിൽ കണ്ടാൽ നമുക്ക് ഈ കാസ്റ്റിങ്ങും ഭാഷയുമായിട്ടൊക്കെയുള്ള പല പരാതികളും മാറുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ദൗർഭാഗ്യകരമാണ്, ഈ ചർച്ചകൾ പലപ്പോഴും ഇതിന്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കപ്പുറത്തേക്ക് വളരെ റേസിസ്റ്റ് ആയ തരത്തിലേക്ക്, വംശീയമായി ചില കഥാപാത്രങ്ങളെ, ചില ആക്ടേഴ്സിനെ അപഹസിക്കുന്ന തരത്തിലേക്കൊക്കെ ഇത് പോയിരുന്നു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ട ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ടീനേജേഴ്സ് തന്നെ അത്തരത്തിൽ ചില പരിപാടികളൊക്കെ ഏർപ്പെടുന്നത് ട്രെൻഡായി തന്നെ നമ്മൾ കണ്ടിരുന്നു. അതിൽ അഥീനയായിട്ട് സെൻഡിയ വന്നതിനെ ഇത് വംശീയമായി വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകൾ ഉണ്ടായിരുന്നു. ലൂപ്പിറ്റെ വംശീയമായി വിമർശിക്കുന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിവാദം ആദ്യം തന്നെ നമ്മുടെ ചർച്ചയിൽ പറയണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ടാണ്. ഇത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ ചിത്രത്തിന്റെ ക്യാരക്ടറൈസേഷൻ വളരെ ശ്രദ്ധേയമായി തോന്നിയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ആസിഫിന് തോന്നിയത്? ഇതിലെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിലെ ഒഡീസിയസിനെ അവതരിപ്പിച്ചിരിക്കുന്ന മാറ്റ് ഡാമൻ. ഇവിടെ മാറ്റ് ഡാമനെ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ട്രോയ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അക്കിലസിനൊക്കെ ഒരു സൂപ്പർ ഹ്യൂമൻ പരിവേഷമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മാറ്റ് ഡാമനെ അവതരിപ്പിച്ചിരിക്കുന്ന പച്ചയായ ഒരു മനുഷ്യനാണ്. യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കി റിഗ്രറ്റ് ചെയ്യുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്
ക്രിസ്റ്റഫർ നോളൻ ആ കഥാപാത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോളന്റെ തൊട്ട് മുൻപിറങ്ങിയ ഓപ്പൺ ഹൈമറായിട്ട് ഇത് കണക്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം ഓപ്പൺ ഹൈമർ ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും വിനാശകരമായ ഒരു ബോംബ് കണ്ടെത്തിയതിന് പിന്നാലെ താൻ ചെയ്തത് തെറ്റായിരുന്നെന്നും മനുഷ്യരാശിയെ താൻ നാശത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്തതെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് അതിലുണ്ടല്ലോ. അപ്പൊ ഒരു അതെ കണക്ഷൻ അവിടെ കൂട്ടുകൊള്ളാന്ന് തോന്നുന്നു. അതെ അതെ. പിന്നെ ഭാര്യ കഥാപാത്രം ചെയ്ത പെനലപ്പി, ടെലിമാക്കസ്, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് മാത്രമല്ല ഹോം കമ്മിങ്, വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഉള്ളില് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെയും ഒഡീസിയസിന് തന്റെ എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമാണ് ഒഡീസിയസിനെ നയിക്കുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും എന്നുള്ള ഒരു വലിയൊരു കാസ്റ്റ് തന്നെയാണ് നോളൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലൊരു കോംപ്രമൈസും പുള്ളി ചെയ്തിട്ടില്ല. ഒഡീസി എന്ന വലിയ ഇതിഹാസ കാവ്യം പൂർണ്ണമായ ഒരു സിനിമയാക്കുക എന്നുള്ളത് ആരെക്കൊണ്ട് സാധ്യമല്ല. കാരണം ഇലിയഡ് അടിസ്ഥാനപ്പെടുത്തി എടുത്ത ട്രോയ് എന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. പരമാവധി അതിനെ സിനിമാറ്റിക് ആക്കാനേ അവർക്ക് സാധിക്കും. അപ്പോ അതേപോലെ ഒഡീസിയിലേക്ക് വരുന്ന സമയത്തും അതിൽ ചില എപ്പിസോഡുകൾ എടുത്തുകൊണ്ടാണ് നോളൻ ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതിലെ 3 എപ്പിസോഡുകൾ വളരെ പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ്, അതിലൊന്ന് കലിപ്സോയുടെ ഒരു പിന്നെ ഇടപെടലാണ്. കലിപ്സോ എന്ന കഥാപാത്രം ആ കടലിൽ എങ്ങനെയാണ് ഇത്രയോ വർഷങ്ങൾ ഒഡീസിയസിനെ തളച്ചിടുന്നതെന്ന് നമ്മൾ ആ കാവ്യത്തിൽ കണ്ടതാണ്. ഇവിടെ ചാർലിസ് തെറോൺ ചെയ്യുന്ന കഥാപാത്രം വളരെ മാനുഷികമായ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. മനുഷ്യസ്ത്രീ തന്നെയാണ്. ആ മനുഷ്യസ്ത്രീ ഈ മാറ്റ് ഡാമന്റെ കഥാപാത്രത്തെ ഒഡീസിയസിനെ തന്റെ ആ വലയത്തിൽപ്പെടുത്തി അവിടെ താമസിപ്പിക്കുന്നതും അയാളെല്ലാം മറക്കുന്നതും ആ ഒരു മോഹവലയത്തിൽ സ്വയം മറന്ന് ആ ദ്വീപിൽ ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരു എപ്പിസോഡ് വളരെ മനോഹരമായി ഷൂട്ട് ചെയ്തൊരു എപ്പിസോഡാണ്. മറ്റൊന്ന് സിർസി എന്ന ഒരു വിറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രത്തിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ വളരെ മെസ്മറൈസിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണത്. അല്ലാതെ പ്രേക്ഷകരാകെ അന്തം വിട്ടു പോകുന്ന തരത്തിലാണ് ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മനുഷ്യൻ മൃഗം എന്നൊക്കെയുള്ള ആ ഒരു വേർതിരിവ് മാഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു എപ്പിസോഡ് പൊളിഫീമസിന്റെ എപ്പിസോഡാണ്. പൊസൈഡോന്റെ ശിഷ്യനായിട്ടുള്ള പൊളിഫീമസ്. അപ്പൊ ഗ്രീക്കിന്റെ മിത്തോളജി എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ഗ്രീക്കില് ദൈവങ്ങളാണല്ലോ. നോളൻ ഒരു ഭീകര രൂപത്തെ അതിന്റെ ഒരു രൂപം ഉണ്ടാക്കി അത് വെച്ചുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അത് പൊളിഫീമസിന്റെ എപ്പിസോഡിൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് പല രംഗങ്ങളും ഒക്കെ കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഓരോ എപ്പിസോഡുകളും ഒഡീസിയസിന്റെ യാത്രയില് ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്തുന്നു. മറ്റൊരു രസകരമായ വസ്തുത, വൂൾഫ്ഗാങ് പീറ്റേഴ്സൺ സംവിധാനം ചെയ്ത റോയ് എന്ന ചിത്രം ശരിക്കും സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് നോളനാണ്. അന്ന് വൂൾഫ്ഗാങ് പീറ്റേഴ്സൺ എനിക്ക് തോന്നുന്നു സൂപ്പർമാൻ, ബാറ്റ്മാൻ യൂണിവേഴ്സിലെ ഒരു ചിത്രം ചെയ്യാനായിട്ട് പോവുകയും അന്ന് ആ പടം നടക്കാതാവുകയും ചെയ്തു. നടക്കാതെ സമയത്ത് പിന്നെ വാർണർ ബ്രോസ് ആണെന്ന് തോന്നുന്നു ഇവർക്ക് പിന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു ചിത്രം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നോളിന് വേണ്ടി മാറ്റിവെച്ച ട്രോയ് എന്ന ചിത്രം വൂൾഫ്ഗാങ് പീറ്റേഴ്സിന് കൊടുക്കുകയും അദ്ദേഹം അത് സംവിധാനം ചെയ്ത് അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഇതിന് പിറകിലുണ്ട്. പിന്നെ അതിനുശേഷമാണ് 10-22 വർഷങ്ങൾക്ക് ശേഷം നോളൻ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു കാവ്യനീതിയുടെ ഒരു അംശം കൂടി ഉണ്ടെന്നുള്ളതാണ്. ഈ സാഹിത്യത്തിൽ സിനിമയിലൊക്കെ ഇലിയഡിന്റെ ഒഡീസിയുടെയൊക്കെ സ്വാധീനം ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ പ്രധാനപ്പെട്ട ചില ഇത്തരം കൃതികൾ, സിനിമകൾ, കവിതകൾ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് ചിത്രം കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് പ്രശസ്ത ഇംഗ്ലീഷ് കവിയായിട്ടുള്ള ടെന്നിസന്റെ, ലോർഡ് ആൽഫ്രഡ് ടെന്നിസന്റെ യുലീസസ് എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട്. ആ പോയത്തില് നമ്മളൊന്നൊരു പറയാണ്, ഒഡീസിയസിന്റെ മറ്റൊരു പേരാണ് യുലീസസ്. അപ്പൊ ആ കവിതയുടെ ഒരു ചെറിയ സാരാംശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യുദ്ധം കഴിഞ്ഞെത്തിയ ഒഡീസസിന് വീണ്ടും അഡ്വഞ്ചേഴ്സ്, യാത്രകൾ ചെയ്യണം. അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയോടുള്ള ഒരു ദാഹം അടങ്ങാതെ അതിന്റെ അവസാനത്തെ വരി ടു സ്ട്രൈവ് ടു സീക്ക് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് ടെന്നിസിനെ അവതരിപ്പിച്ചത്. അതുപോലെ ടെന്നിസിന്റെ മറ്റൊരു പോയെന്നാണ് ലോട്ടസ് ഈറ്റേഴ്സ്. അപ്പൊ ഇതില് ഇത്താക്കയിലെ അല്ലെ ജനങ്ങളെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ്. അതെ അതെ. ഈ ഒഡീസിയസിലെ ആളുകള് തിരിച്ചു നാട്ടിലേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്ത് പെടുകയും ഈ ലോട്ടസ് ഇത് കഴിക്കുകയും അതിനുശേഷം അവര് എല്ലാം മറന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെയാണ് അതിന്റെയൊക്കെ ഒരു ഇതിവൃത്തം. അതുപോലെ തന്നെ സിനിമാ ചരിത്രത്തിലെ ഒഡീസി അഡാപ്റ്റേഷനിൽ ഏറ്റവും ആദ്യം പുറത്തു വന്നത് 1911 വന്ന നിശബ്ദ
ചിത്രമാണ് ല ഒഡീസിയ. 3 സംവിധായകർ കൂടെ ചേർന്ന്, അതിൽ ഒരാൾ പ്രശസ്തനാണ്, ബെർട്ടോളിനി. പിന്നെ മറ്റു 2 സംവിധായകരും കൂടെ ചേർന്ന് ചെയ്ത നിശബ്ദ ചിത്രമായ ല ഒഡീസിയ. ഇപ്പൊ ട്രോയിന്റെ കാര്യം പറഞ്ഞു. മറ്റൊന്ന് 1984 പുറത്തിറങ്ങി യുഡീസസ് എന്ന് പറയുന്ന സംവിധാനം. മരിയോ കാമ്പറീനി സംവിധാനം ചെയ്ത ചിത്രം. ഒരു ഇറ്റാലിയൻ അമേരിക്കൻ എപ്പിക് ഫിലിം. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമായിട്ട് തോന്നുന്നത് 2024 പുറത്തിറങ്ങിയ ദ റിട്ടേൺ എന്ന ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ഉബെർട്ടോ പസോളനി. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ദ റിട്ടേൺ എന്ന പേരിൽ ഒരു റഷ്യൻ ചിത്രം കൂടി ഉണ്ട്. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ഒരുപാട് അവാർഡുകൾ കിട്ടിയ ചിത്രമാണ്. സെഗൻ സ്റ്റീവ് സംവിധാനം ചെയ്ത അതിഗംഭീരമായിട്ട് ചിത്രമാണ് ദ റിട്ടേൺ. അപ്പൊ അത് കാണാൻ സാധിക്കാത്തവർ അതും കണ്ടോളൂ. ഇത് ഒഡീസിയുടെ അഡാപ്റ്റേഷന്റെ റിട്ടേൺ ആണ്. മറ്റേത് റഷ്യൻ ചലച്ചിത്രമായിട്ട് ദ റിട്ടേൺ ആണ്. 2 ചിത്രങ്ങളും ഉറപ്പായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ക്രിസ്റ്റഫർ നോളൻ എന്താണ് ഒഡീസിയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത്? ഒന്ന്, ഇതൊരു എപ്പിക് ഗ്രാൻഡ് സ്കെയിലുള്ള ചിത്രമാണെങ്കിലും ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് യുദ്ധത്തിനെതിരാണ്. എല്ലാത്തരം ചൂഷണങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ കണക്ട് ചെയ്ത് നിർത്തുന്ന മാനുഷികമായ ചില മൂല്യങ്ങളുണ്ട്. അത് വിട്ടുപോകരുത്, അത് മറന്നുപോകരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ചിത്രത്തിൽ നമുക്ക് പല സമയത്തും സുയസ് ദേവന്റെ നിയമം ലംഘിച്ചതിന്റെ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നത് കാണാം. ആ സുയസ് ദേവന്റെ നിയമം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള മര്യാദയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ്. അപ്പോൾ അധികാരം നേടുന്നവർ അത് പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അധികാരം നമ്മളെ മത്തുപിടിപ്പിക്കരുതെന്നും യുദ്ധം ലോകത്തിന് വിനാശമാണെന്നും മനുഷ്യരെ തമ്മിൽ ബോണ്ട് ചെയ്യിപ്പിക്കുന്ന, കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇങ്ങനത്തെ കുറെ അധികം ആശയങ്ങൾ, അതും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലോകത്ത് നിന്ന് പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം 2 വർഷത്തിലധികമായി. ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഒരു പീസ് ട്രീറ്റിയുടെ അടുത്തൊരു എത്തിയെങ്കിലും അത് തകരുകയും വീണ്ടും യുദ്ധത്തിലേക്ക് സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇതുപോലൊരു ചിത്രം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ ചിത്രം ഐമാക്സിൽ ഷൂട്ട് ചെയ്തതാണ്, ഒരു ദൃശ്യവിരുന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, ഇത് സാധാരണക്കാർക്ക് അനുഭവിക്കാൻ കഴിയുമോ? ആ എക്സ്പീരിയൻസ് അവർക്ക് കാണാൻ കഴിയുമോ ഈ ചിത്രം? ഒരു ക്ലാസ് ഇഷ്യൂ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഐമാക്സ് ആണെന്നും ആ ഒരു ദൃശ്യവിരുന്ന് അതിൽ തന്നെ കാണണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അറിവിൽ ഇവിടെ ഏറ്റവും കുറവ് ഐമാക്സ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയെങ്കിലും വരുന്നുണ്ട് കേരളത്തിൽ. പിന്നെ കോയമ്പത്തൂരാണ് പിന്നെ കുറയുന്നത്. അപ്പൊ ഒരു സിനിമ കാണാൻ 1000 രൂപ മുടക്കാൻ ശേഷിയുള്ളവർ മാത്രം അത് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിലൊരു വല്ലാത്ത തരം ക്ലാസ് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്കിത് പറയാൻ പറ്റില്ല. പൈസയുള്ളവർ മാത്രം സിനിമ കണ്ടാൽ മതി എന്നുള്ളത് ഒരു ശരിയായിട്ടൊരു നിലപാടല്ലല്ലോ എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഹരി പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പ്രശസ്ത ചിന്തകനായിട്ടുള്ള റൈമണ്ട് വില്യംസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൾച്ചർ ഈസ് ഓർഡിനറി. അപ്പൊ അതുവരെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലർ കൾച്ചർ ഒരു പ്രത്യേകതരം വിഭാഗത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്റ്റഫർ നോളനെ പോലൊരു സംവിധായകൻ ആദ്യമായിട്ട് തന്റെ സിനിമ പ്രൊമോഷന് വേണ്ടി ഇന്ത്യയിൽ വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ഹൈമറിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? അതെ അതെ. അപ്പൊ ഇതെല്ലാം പുതിയ ടെക്നിക്കുകളാണ്, പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ് ഇതെല്ലാം. ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നോളന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഓപ്പൺ ഹൈമർ റിലീസ് ചെയ്ത സമയത്ത് അത് ക്ലാഷ് വന്നത് ഗ്രെറ്റ ഗേർവിഗിന്റെ ബാർബി ആയിട്ടാണ്. യൂറോപ്പിൽ ഉൾപ്പെടെ ബാർബി ഒരു സൂപ്പർ ഹിറ്റായി മാറുകയും ഓപ്പൺ ഹൈമർ 2ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇന്ത്യയിലെ ഓപ്പൺ ഹൈമർ ആണ് കൂടുതൽ കളക്ട് ചെയ്തത്, ബാർബി 2ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആണ് എന്ന് നോളൻ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാള് മുംബൈയിൽ വന്ന് അഗ്രസീവായി ക്യാമ്പയിൻ ചെയ്ത് ചായക്കടയിൽ പോയി ചായ കുടിച്ച് ഇതൊക്കെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പൊ അത്തരത്തിൽ വിഷ്വലായി ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഈ ചിത്രത്തിന്റെ ചില ഇമേജുകൾ പതിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒറ്റ വാക്കിൽ ഞാൻ ആസിഫിനോട് ഈ പടത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? ക്ലാസിക്. യെസ്, ആ വാക്ക് തന്നെയാണ് എന്റെ മനസ്സിൽ. അനുഭവിച്ചറിയേണ്ട ഒരു ചിത്രം തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് സിനിമകൾ, ഇന്റർസ്റ്റെല്ലർ ആവട്ടെ, അദ്ദേഹത്തിന്റെ മെമന്റോ മുതൽ ഉള്ള ചിത്രങ്ങളാവട്ടെ, ബാറ്റ്മാൻ ആവട്ടെ, ഓപ്പൺ ഹൈമർ ആവട്ടെ, എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാറുണ്ട്. ഇവിടെയും അദ്ദേഹം ഒരു ഗ്രാൻഡ് സിനിമ ചെയ്യുമ്പോൾ തന്നെ അതിൽ
വളരെ സട്ടിലായി മനുഷ്യവികാരങ്ങളെ തൊട്ടുപോകുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഉറപ്പായും കാണേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഒഡീസി. തീർച്ചയായും എല്ലാവരും ചിത്രം കണ്ട അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി. താങ്ക് യു.